ഇന്നേ ഇച്ചിരി ഒരു തോരൻ വയ്ക്കാനായിട്ട് ഞാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. എന്ത് തോരനെന്ന് ചോദിച്ചാൽ ചിക്കൻ തോരനാണ് വയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ ഒരല്പം കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇച്ചിരി കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. കറിവേപ്പില നല്ലതാണ്. ഈ ചിക്കൻ തോരത്തിന് കറിവേപ്പില കൂടുതലിടുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞെടുക്കണം. ഇങ്ങനെയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ, ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക്, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം ചതച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്ടോ, ചതച്ചാണ് എടുത്തിട്ടുള്ളത്. അരിയുന്നതിനേക്കാളും ചതച്ചെടുത്താൽ നല്ല അതിൻ്റെ ഗുണം, അതായത് നല്ല സ്മെല്ലൊക്കെ ഈ ചതച്ചെടുക്കുമ്പോഴാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കത് ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തിടുന്നത് പെരുംജീരകമാണ്. വേറൊന്നുമല്ല, മുളകൊന്നുമല്ല ഇടുന്നത്. പെരുംജീരകവും കടുകും മാത്രം മതി ഇത് കടുക് താളിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരുന്ന കറിവേപ്പില ഉൾപ്പെടെ എല്ലാം നമുക്ക് ഇതിലോട്ടൊന്ന് തട്ടി ഒരല്പം ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചിടാം. ഇച്ചിരി ഉപ്പും കൂടെ ഇടണം. കുറച്ച് ഉപ്പേ ഇട്ടുള്ളൂ, കാരണം ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരല്പം ഉപ്പിട്ടാൽ മതി. എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ നല്ല മിക്സ് ആവത്തക്ക വണ്ണം എന്നിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ചിടാവേ. എല്ലാം നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഒന്ന് അടച്ചിടാം. ഇനി അടുത്ത് നമുക്ക് എടുക്കേണ്ടത് കുറച്ച് ചിക്കൻ, എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ അവിച്ച് എടുത്തിട്ടുണ്ട്. ഇതാണ്ടോ, കുറച്ചേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുള്ളവർക്ക് അതനുസരിച്ചെടുക്കാം. എല്ലെല്ലാം മാറ്റിയതിന് ശേഷം വെറും ചിക്കൻ പീസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞോ ചതച്ചോ പിന്നെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താലോ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താലോ എങ്ങനെ വേണോ എടുക്കാം. ഇതൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ചവച്ച് തിന്നാൻ പറ്റും. തീരെ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചാൽ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകും. അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ചെറിയ ചെറിയ പീസസായിട്ട് കിടക്കുന്നതാണ് തോരത്തിന് നല്ലത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഇത് ഇനി അടച്ചു വെച്ചേക്കുന്ന ഉള്ളിയൊക്കെ എന്തായി എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ്ട, ഉള്ളിയൊക്കെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ്ട, എല്ലാം നല്ല വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസ് ഇതിലോട്ടൊന്ന് തട്ടാം. വേണ്ടോ, നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി ആ ചിക്കൻ പീസും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് തട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണ്ടോ, എല്ലാം ഉള്ളിയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് കലർന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് കണ്ടോ, എല്ലാം മിക്സായി വരട്ടെ. നമുക്ക് ഇതിനെ ഒന്ന് അടച്ചിടാം. വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചിടാം. ചിക്കനൊക്കെ വെന്ത ചിക്കൻ ആയതുകൊണ്ട് ഒരുപാട് വേവൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിന് ഒരു കൂട്ടുണ്ടാക്കാം. അതിന് വേറെ ഒന്നും വേണ്ട. ഒരല്പം തേങ്ങയും ഇച്ചിരി മുളക് പൊടി കൂടുതൽ വേണം, കാരണം നമുക്ക് കുറച്ച് പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് 1.5 സ്പൂൺ എടുത്തു. സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ മതി. അപ്പോൾ നല്ല എരിവ് കിട്ടും. നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതാണ്ടോ, അല്പം മഞ്ഞപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പെരുംജീരകം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഈ രീതിയിൽ വേണം ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകണ്ട. എന്നിട്ട് നമുക്ക് ഈ അടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഇത് എന്തായി എന്ന് നോക്കാം. ചിക്കൻ ഇതാണ്ടോ, ചിക്കൻ പീസെല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൂട്ടിന് അതിലോട്ടൊന്ന് തട്ടാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിടാം. എന്നിട്ട് ആ മിക്സിയിൽ ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം, കുഴപ്പമില്ല. അല്പം കൂടെ വേവ് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം മതി, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണ്ടോ, ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നല്ല ഇഞ്ചിയുടെയും ചെറിയ ഉള്ളിയാണ് ഇതിന് ഏറ്റവും പറ്റിയത്. എന്തിനും ചെറിയ ഉള്ളി, ചിക്കൻ ഐറ്റത്തിനെല്ലാം ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. കണ്ടോ, ഇനി നമുക്ക് ഇതിനൊന്ന് 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചിടാം. 1 മിനിറ്റൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, അടിപൊളി ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല മണവും അരപ്പിൻ്റെയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതിൻ്റെ എല്ലാം മണവും ഒക്കെ വരുന്നുണ്ട്. കണ്ടോ,
നല്ല തോരനായിട്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാവേ. ഇതാ അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ തോരൻ ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങി വെറുതെ കാശ് കളയേണ്ട, ഒരുപാട് ചിലവൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് ആരോഗ്യത്തോടു കൂടി നമുക്ക് കറി വെച്ച് കുട്ടികൾക്ക് കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും പെറോട്ട, അതുപോലെ തന്നെ ചപ്പാത്തി, ദോശ, ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് നല്ലൊരു കറിയായിട്ട് ഇത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ചിക്കൻ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒരു തോരൻ വെച്ച് ഒന്ന് നോക്കണേ. ഓക്കേ.